ഹായ് ഗായ്സ്, എല്ലാവർക്കും നമസ്കാരം. ദേ കണ്ടോ ഞങ്ങൾ എവിടെയാണ് നിൽക്കുന്നതെന്ന്? പ്രേമത്തെ അല്ലെ പ്രണയത്തെ അനശ്വരമാക്കുന്ന സൗധമായ താജ്മഹലിൻ്റെ മുമ്പിലാണ്. ഇത് 3-ാം തവണയാണ് താജ്മഹൽ കാണാൻ ഞങ്ങൾ എത്തുന്നത്. എങ്കിലും ഇപ്രാവശ്യം വന്നപ്പോഴും താജ്മഹൽ ആദ്യമായിട്ട് കാണുന്ന അനുഭൂതിയും രോമാഞ്ചവും ഒക്കെയാണ് അനുഭവപ്പെട്ടത്. കാരണം ലോകാത്ഭുതങ്ങളിൽ ഒന്നായ താജ്മഹലിൻ്റെ വിസ്മയം ജനിപ്പിക്കുന്ന ബ്യൂട്ടിയും വാസ്തുവിദ്യയുടെ മഹത്തായ ശ്രേഷ്ഠതയും കൂടാതെ അഗാധമായ ഹൃദയസ്പർശിയായ ഒരു പ്രേമത്തെ അനശ്വരമാക്കുവാൻ വേണ്ടി പണി കഴിപ്പിച്ച ഈ സൗധത്തിൻ്റെ മുൻപിൽ വീണ്ടും വരാൻ കൊതിക്കാത്തവർ ആരുണ്ട്? പ്രത്യേകിച്ച് പ്രേമിച്ചിട്ടുള്ളവർക്കും പ്രേമിച്ചുകൊണ്ടിരിക്കുന്നവർക്കും താജ്മഹൽ എന്നത് ഒരു കുളിരാണ്, ഒരു രോമാഞ്ചമാണ്. ദൂരെ നിന്ന് താജ്മഹലിൻ്റെ ഗോപുരങ്ങൾ കാണാൻ തുടങ്ങിയപ്പോഴേ എൻ്റെ ഹാർട്ട് ബീറ്റ് കൂട്ടാൻ തുടങ്ങി. അത്രയ്ക്കും എക്സൈറ്റ്മെൻറ്റോടു കൂടിയാണ് താജ്മഹൽ കാണാൻ ഇവിടെ എത്തിയത്. പിന്നെ ഞങ്ങളുടെ ഈ ട്രിപ്പിന് താജ്മഹൽ വിസിറ്റ് ചെയ്യുന്നതിന് ഒരു എക്സ്ട്രാ സ്വീറ്റ്നെസ് കൂടിയുണ്ട്. അതെന്താണെന്നോ, ഇത് ഞങ്ങളുടെ പ്രേമം തുടങ്ങിയതിൻ്റെ അല്ലെങ്കിൽ പ്രണയം തുടങ്ങിയതിൻ്റെ ഗോൾഡൻ ജൂബിലിയാണ്. പണ്ട് ഞങ്ങൾ ഇവിടെ വന്ന് കൈ കോർത്തു പിടിച്ച് സാമാന്യം നല്ല വേഗത്തിലൊക്കെ നടന്നിട്ടുണ്ടെങ്കിലും ഇന്ന് ഒരു വടിയും കുത്തിയും അല്ലെങ്കിൽ വീൽ ചെയറിലാണെങ്കിൽ പോലും പഴയ ഓർമ്മകളെ ഉണർത്താനും പ്രേമമെന്ന് പറഞ്ഞാൽ ഇങ്ങനെയും ഉണ്ടല്ലോ എന്നൊക്കെ ഓർക്കാനും സാധിച്ചതിൽ ഒരുപാട് സന്തോഷം തോന്നി. താജ്മഹലിനെ പറ്റി നമ്മൾ ഇന്ത്യൻസിനൊക്കെ അറിയാമെങ്കിലും അവിടെ പോകാത്തവർക്ക് വേണ്ടി ചെറുതായിട്ടൊന്ന് പറയാം. നമ്മുടെ ഇന്ത്യയിലെ ഉത്തർപ്രദേശത്തിലെ ആഗ്രയിൽ യമുനയുടെ തീരത്താണ് ഈ പ്രണയ സ്മാരകം സ്ഥിതി ചെയ്യുന്നത്. ഷാജഹാൻ ചക്രവർത്തി തൻ്റെ പ്രിയതമയോടുള്ള അതിതീവ്രമായ സ്നേഹത്തെ അനശ്വരമാക്കുവാൻ വേണ്ടി തൻ്റെ പ്രിയതമ മുംതാസിന് പണികഴിപ്പിച്ച ശവകുടീരമാണ് ഇന്ന് ലോകപ്രസിദ്ധമായി നിലകൊള്ളുന്ന താജ്മഹൽ. എന്നാലും ഒരു ശവകുടീരം ലോകാത്ഭുതങ്ങളിൽ ഒന്നായി തീരുക എന്നത് ഓർക്കുമ്പോഴേ നമുക്കറിയാം അതിൻ്റെ മാഹാത്മ്യം. 1653 താജ്മഹലിൻ്റെ പണി പൂർത്തിയാക്കിയത്. ഐവറി മാർബിളിൽ ഈ സൗധമുണ്ടാക്കാൻ 20 വർഷങ്ങളും 20,000 പണിക്കാരും വേണ്ടി വന്നു. താജ്മഹലിൻ്റെ മെയിൻ ആർക്കിടെക്ട് ഉസ്താദ് അഹമ്മദ് ലാഹോറിയാണ്. പേർഷ്യൻ, ഇസ്ലാമിക്, ഇന്ത്യൻ വാസ്തുവിദ്യാ ശൈലികൾ സമന്വയിപ്പിച്ച് നിർമ്മിച്ച ഒരു വിസ്മയമാണ് താജ്മഹൽ. താജ്മഹലിൻ്റെ കൂറ്റൻ താഴികക്കുടവും ആകാശം മുട്ട ഉയർന്ന് കാവൽക്കാരെ പോലെ നിൽക്കുന്ന മിനാർട്സും മാർബിളിൽ പതിച്ച വൈരങ്ങളും രത്നങ്ങളും ഒക്കെയാണ് താജ്മഹലിനെ ലോകപ്രശസ്തിയിൽ എത്തിച്ചത്. മുംതാസ് ഷാജഹാന്റെ 3-ാമത്തെ ഭാര്യയായിരുന്നു. ഷാജഹാന് മുംതാസിനോട് മറ്റാരോടും തോന്നാത്ത അതിതീവ്രമായ പ്രേമമായിരുന്നു. മുംതാസ് തൻ്റെ 14-ാമത്തെ പ്രസവത്തോടെയാണ് മരണമടഞ്ഞത്. അങ്ങനെ ഷാജഹാന് മുംതാസിനോട് തോന്നിയ പ്രേമത്തെ അനശ്വരമാക്കുവാൻ വേണ്ടി പണി കഴിപ്പിച്ച സൗധമാണ് താജ്മഹൽ. ശരിക്കും ഈ താജ്മഹൽ അവരുടെ പ്രണയത്തെ അനശ്വരമാക്കിയിരിക്കുകയല്ലേ? കാരണം ഈ സൗധം ഈ ഭൂമിയിൽ നിൽക്കുന്നിടത്തോളം കാലം എല്ലാവരും ഷാജഹാനെയും മുംതാസിനെയും ഓർക്കും. 1631 മുംതാസ് മരിച്ചത്. എന്നിട്ടും 395 വർഷങ്ങൾ പിന്നിട്ടിട്ടും ലോകം മുഴുവൻ ഓർക്കുന്നില്ലേ ഷാജഹാനെയും മുംതാസിനെയും? താജ്മഹലിൻ്റെ ഗേറ്റ് മുതൽ താജ്മഹൽക്കുള്ളിൽ ചെല്ലുന്നത് വരെയുള്ള പ്രകൃതി രമണീയമായ കാഴ്ചകളൊന്നും ഞാൻ വിവരിക്കുന്നില്ല. അതൊക്കെ ശരിക്കും ഒന്ന് വന്ന് കാണേണ്ടത് തന്നെയാണ് കേട്ടോ. ശരിക്കും നമ്മൾ ഒരു പർദീസയിലൂടെ നടന്നു പോകുന്നത് പോലെയാണ് എനിക്ക് തോന്നിയത്. ഞങ്ങൾക്ക് താജ്മഹലിൻ്റെ ഉള്ളിൽ വരെ കയറാൻ സാധിച്ചു. അതിനുള്ളിൽ ഷാജഹാൻ്റെയും മുംതാസിൻ്റെയും ശവക്കല്ലറകൾ കാണാം. അതിന് ഞങ്ങളൊരു വലം വെച്ചു. ഇവിടെ എന്നാ ആളാണെന്നറിയാമോ ദിവസവും വരുന്നത്. ഇത് കണ്ടാലും കൊതി തീരത്തില്ല കേട്ടോ. ഇതിൻ്റെ ഒരു രൂപകൽപ്പനയും ആർക്കിടെക്ചറും ഒക്കെ എന്നാ ഭംഗിയാണ്. ആ കാലത്ത് 1640-കളിലൊക്കെ ഇത്രയും രൂപകൽപ്പനയും ഭാവനയും പെർഫെക്ഷനും ഒക്കെ ഉള്ള പണിക്കാരൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നെന്നാണ് ഓർക്കുന്നത് കേട്ടോ. ഒരു ടെക്നോളജി ഇല്ലാത്ത സമയത്താണ് ഇങ്ങനെയൊരു സൗധം പെർഫെക്റ്റായിട്ട് ചെയ്തത്. ഇതിന് ചുറ്റുമുള്ള ഗാർഡനും മോസ്കുകളും ഒക്കെ വർണ്ണനാതീതമായ പ്രതിഭാസങ്ങൾ തന്നെയാണ്. ഈ താജ്മഹലിൻ്റെ വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമുക്കറിയാമല്ലോ, വൈറ്റ് മാർബിളിൽ പണി കഴിപ്പിച്ചതാണ് താജ്മഹൽ. ഷാജഹാന് ഭയങ്കര ഇഷ്ടമായിരുന്നു വൈറ്റ് മാർബിൾ അല്ലെങ്കിൽ വൈറ്റ് കളർ. ഇത് ഐവറി മാർബിളിൻ്റെ കളർ ദിവസത്തിൻ്റെ സമയമനുസരിച്ച് ചേഞ്ച് ആകും. രാവിലെ ഇതിനൊരു സോഫ്റ്റ് പിങ്ക് കളറാണെങ്കിൽ ഉച്ചയോടെ അത് വൈറ്റും രാത്രി ആകുമ്പോൾ ഒരു ഗോൾഡൻ ഷെയ്ഡും കിട്ടും. എനിക്ക് തോന്നുന്നത് സൂര്യപ്രകാശത്തിൻ്റെ ആ രശ്മികൾ തട്ടുന്നതനുസരിച്ച് ഇതിൻ്റെ കളർ മാറുന്നതാണ്. പിന്നെ എവിടെ നിന്ന് നോക്കിയാലും താജ്മഹലിൻ്റെ ബാക്ക്ഗ്രൗണ്ട് വന്നിട്ട് നീലാകാശമാണ്. അതെന്നാ ഒരു രസമെന്നറിയോ? നമ്മൾ ഏത് ആംഗിളിൽ എവിടെ നിന്ന് ഫോട്ടോ എടുത്തെന്ന് പറഞ്ഞാലും താജ്മഹലിൻ്റെ അതിൻ്റെ ബാക്ക് ഡ്രോപ്പ് വന്നിട്ട് നീലാകാശമാണ്. മുംതാസിൻ്റെ മരണത്തോടെ ഷാജഹാന് ഭരണത്തിൽ ശ്രദ്ധയില്ലാതായി. മകൻ ഔറംഗസീബ് ഭരണം കൈയടക്കി. ഷാജഹാനെ ആഗ്ര ഫോർട്ടിലെ തുറുങ്കിലടച്ചു. അപ്പോഴും ഷാജഹാൻ്റെ ആഗ്രഹം എന്തായിരുന്നറിയാമോ? തനിക്ക് എപ്പോഴും താജ്മഹൽ കണ്ടുകൊണ്ട് മരിക്കുന്നിടം വരെ ഇരിക്കണമെന്ന്. അതിനായിട്ട് പണി കഴിപ്പിച്ച ഈ റൂമാണിത്. അവിടെയും ഞങ്ങൾ വന്നു. ഇതാണ് ഷാജഹാനെ പാർപ്പിച്ചിരുന്ന തടവറ.
ഇവിടെ നിന്ന് നോക്കിയാൽ താജ്മഹൽ കാണാം. ഇവിടെ ഇപ്പോൾ മൂടൽമഞ്ഞായതിനാലാണ് ഇത് മങ്ങിക്കാണുന്നത്. അങ്ങനെ ഷാജഹാൻ 1666 മരണമടഞ്ഞു. തൻ്റെ പ്രിയതമയ്ക്കൊപ്പം താജ്മഹലിൽ അന്തി ഉറങ്ങുന്നു. വാവ്! ഇത്രയും പ്രേമവും സ്നേഹവും ഒക്കെ ആർക്കെങ്കിലും ഉണ്ടായിട്ടുണ്ടോ എന്നെനിക്കറിയില്ല. നമ്മുടെ രാജ്യത്തുള്ള ഈ ലോകാത്ഭുതം കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് കാണേണ്ടത് തന്നെയാണ്. എത്ര പ്രാവശ്യം കണ്ടാലും മതിവരാത്ത ഒരു സ്ഥലമാണ് ഈ ആഗ്രയും താജ്മഹലും. പണ്ട് പ്രേമിക്കുന്നവരൊക്കെ താജ്മഹലിൻ്റെ മോഡൽ ശില്പങ്ങളൊക്കെ പ്രണയിനിക്ക് കൊടുത്തിട്ടുണ്ട്. എനിക്കും ഒന്ന് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങളിപ്പോൾ ഞങ്ങളുടെ പ്രണയത്തിൻ്റെ ഗോൾഡൻ ജൂബിലി, പ്രണയത്തിൻ്റെ അനശ്വര ഓർമ്മകൾ പ്രദാനം ചെയ്യുന്ന ഈ പ്രണയ സൗധത്തിൻ്റെ മുൻപിൽ നിന്നും ആഘോഷിക്കാൻ സാധിച്ചതിൻ്റെ നിർവൃതിയിലാണ്. ഇവിടെ വരുന്ന ഏവർക്കും തങ്ങളുടെ പ്രണയത്തിനും റിലേഷൻഷിപ്പിനും ഒക്കെ ഇൻസ്പിറേഷനും മോട്ടിവേഷനും നൽകുമെന്നത് വാസ്തവം തന്നെയാണ്. ഇവിടെ വന്നാൽ ആരും ഒന്ന് പ്രേമിക്കാൻ കൊതിച്ചു പോകും. സംശയമുണ്ടെങ്കിൽ ഒന്ന് വന്നു നോക്കൂ.